ലോർഡ്. ദൈവനാമത്തിന് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവവചനം പഠിക്കുവാൻ സ്വർഗം ഇപ്രകാരം ഒരുക്കുന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ മാസം കൊണ്ട് നമ്മുടെ ഈ സെമിസ്റ്റർ തീരുകയാണ്. അടുത്ത മാസം 25-ാം തീയതി നമ്മുടെ ഗ്രാജുവേഷൻ സർവീസ് നടക്കും. അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ഫില്ല് ചെയ്യുക. അതുകൊണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ക്രമീകരിക്കപ്പെടേണ്ടതിനായിട്ടാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്നുള്ള ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് ആണ്. അദ്ദേഹത്തെ ദൈവം സഹായിക്കേണ്ടതിന് ഇന്ന് രാത്രിയിലും ശക്തമായി ഉപയോഗിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഈ സമയവും കർത്താവിന്റെ വചനം പഠിപ്പാൻ കൊണ്ട് ദൈവപാദത്തിൽ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടങ്ങളിൽ പഠിച്ചതും ഗ്രഹിച്ചതുമായ ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്ഭുതമായിട്ട് കർത്താവിന്റെ ദാസൻ മാത്യു പി തോമസിനെ അനുഗ്രഹമായിട്ട് ഉപയോഗിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലും അടിങ്ങൾക്ക് രക്ഷാശാസ്ത്രത്തെ പറ്റി പഠിപ്പാനും രക്ഷയെക്കുറിച്ചുള്ള പഠനത്തെപ്പറ്റി മാനസാന്തരം, വീണ്ടും ജനനം, നീതീകരണം, വിശുദ്ധീകരണത്തെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് കർത്താവ് ഈ ദിവസത്തിൽ പഠിപ്പാൻ തന്നെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഗാപ്പെ ബൈബിൾ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ അനുഗ്രഹിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്രം. ഷാജിക്ക് ഡാനിയൽ പാസിന് വേണ്ടി താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പാസിനെ പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെയെല്ലാം അവരുടെ പ്രവർത്തനങ്ങളെയും ധാരാളം അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ക്ലാസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് വിഷയമാക്കി തീർക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു അച്ഛാ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. മാസ്റ്റർ അൺമ്യൂട്ട് ചെയ്തിട്ടില്ലേ? അൺമ്യൂട്ട് ചെയ്തില്ല. സോറി. താങ്ക് യു. ഓക്കെ. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഈ സമയം അറിയിക്കുകയാണ്. പ്രത്യേകാൽ ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന പാസ്റ്റർ ലാലു ജേക്കബ്, മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സമയം ഞാൻ അറിയിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോറ്റീരിയോളജി എന്ന ഒരു സബ്ജക്റ്റാണ്. പ്രത്യേകിച്ച് ഇനി നമുക്ക് 4 ആഴ്ചയുടെ ക്ലാസ് ഉള്ളൂ എന്നുള്ള കാര്യം എൻ്റെ മനസ്സിലും ഉണ്ട്. എസ്കറ്റോളജിയും കൂടെ കവർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം എന്ന പ്രാരംഭ വാക്കിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ സോറ്റീരിയോളജിയിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നമ്മൾ പഠിച്ചു നിർത്തിയതാണ്. തെരഞ്ഞെടുപ്പ്, അപ്പോൾ തന്നെ മാനസാന്തരം, വീണ്ടും ജനനം. ഈ സ്ലൈഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാൻ അടുത്ത സൈറ്റിലേക്ക് പോകുന്നു. അടുത്ത സംഗതി ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതീകരണം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒന്നുമല്ല, സബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. ഈ സോറ്റീരിയോളജി എന്ന് പറയുമ്പോൾ രക്ഷാശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് സാൽവേഷൻ ആണ്. ഓർഡർ സലൂട്ടീസ് എന്ന അവരെ വാക്കിനാൽ അറിയപ്പെടുന്ന ഓർഡർ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ചക്രം എന്ന് വേണമെങ്കിൽ പറയാം. ഓർഡർ അല്ലെ രക്ഷയുടെ ക്രമീകരണം. അതിനകത്ത് അതിപ്രധാനപ്പെട്ട ചിന്തകളാണ്. അത് നമ്മുടെ വ്യത്യാസങ്ങൾ നിങ്ങൾ
ഇത് കൂടാതെ ചില പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിയോളജിയുടെ പുസ്തകങ്ങൾ നിങ്ങൾ റെഫർ ചെയ്യണം, എങ്കിലേ കൂടുതൽ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പ്, അപ്പോൾ തന്നെ അതെ, മാനസാന്തരം, വീണ്ടും ജനനം, അപ്പൊ തന്നെ മാനസാന്തരത്തിനകത്ത് വന്നു അനുതാപം, വിശ്വാസം. അപ്പൊ ഇതിൽ ഏതാണ് ആദ്യം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതെല്ലാം അതിനകത്തൂടെ ക്ലിയറായി നമ്മൾ പഠിച്ചെങ്കിലേ നമ്മുടെ ആത്മീയതയിൽ മുന്നേറുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് വരെ ആ കാര്യം പറഞ്ഞു. ഇനി നെക്സ്റ്റ്, നീതീകരണം. എന്താണ് നീതീകരണം എന്ന് പറഞ്ഞത്? ജസ്റ്റിഫിക്കേഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതീകരണം. ഈ നീതീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി നീതീകരണം എന്ന് കേൾക്കുന്നതിന് ഒത്തിരി അങ്ങ് ഇതെന്നതാ പഠിക്കാൻ വയ്യാത്തതാണല്ലോ എന്നൊന്നും ചിന്തിക്കണ്ട. ഇറ്റ്സ് സോ സിമ്പിൾ, വളരെ സിമ്പിളാണ്. നീതീകരണം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോർട്ട് ഭാഷയാണ്, ഒരു കോടതി ഭാഷയാണ് നീതീകരണം എന്ന് പറഞ്ഞാൽ. ഈ നീതീകരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ഭാഗമല്ല. ഇപ്പൊ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ള പാർട്ടേ ഉള്ളായിരുന്നു അബ്രഹാമിൻ്റെത്. നീതീകരിച്ചവൻ ദൈവമാണ്. അതാണ് പൗലോസ് ഒരിക്കൽ ചോദിച്ചത്, നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവനാ. അപ്പൊ ഈ നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റിഫിക്കേഷൻ. ഞാൻ ഒന്ന് ടെർമിനോളജി അല്പം കൂടെ ഇത് വിശാലമാക്കുവാൻ ചില ടെർമിനോളജി യൂസ് ചെയ്തിട്ടുണ്ട്. സദക് എന്ന് പറഞ്ഞാൽ നീതീകരിക്കുക. അപ്പൊ തന്നെ ഡിക്കയു എന്നാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതിന് നീതീകരിക്കുക. അതിന്റെ വാക്കുകളൊക്കെ അതിനകത്ത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിനകത്ത് 14-ാമത്തെ വാക്യം മാത്രം ഒരു നിമിഷം ഒന്ന് വായിക്കും. പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയ ഒരു രംഗമാണ്. അവൻ നീതീകരിക്കപ്പെട്ടവനായ വീട്ടിലേക്ക് പോയി, മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, ഒരു പരീശനും ഒരു ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയ ഒരു സംഭവം യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ്, വേറെ ആരും പറഞ്ഞതല്ല. അനന്തരം ഒരു പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിൽ ചെന്നു. ഉണ്ടോ? യേശു പറഞ്ഞു തരുന്ന നല്ലൊരു എക്സാമ്പിൾ. പരീശൻ ആരാണ്? പരീശൻ എന്ന് പറയുമ്പോൾ ഇതിനോടകം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിക്കണം. പരീശന്മാരാരാണ്? യേശുക്രിസ്തുവിന്റെ കാലഘട്ടങ്ങളിൽ പരീശന്മാര്, സദൂക്യര്, യസേന്യര്, എരിവുകാര്, അപ്പോൾ തന്നെ ഖുമ്രാൻ വംശജര്, ശാസ്ത്രിമാർ, ഇങ്ങനെ 5 ഗ്രൂപ്പായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. പരീശന്മാര് 1, 2 സദൂക്യര്, 3 ശാസ്ത്രിമാര്, ഓക്കെ, 4 സെലക്ട്സ് അല്ലെങ്കിൽ എരിവുകാര്, 5 കുമ്രാൻ വംശജർ. ഇങ്ങനെ 5 ഗ്രൂപ്പാണ് ആ സമയത്തുണ്ടായിരുന്നു. പരീശന്മാരെന്ന് പറഞ്ഞാൽ ഫാരിസീസ്. അവർ അന്നത്തെ കാലത്തെ ആത്മീയതയിൽ വളരെ മുമ്പിൽ നിൽക്കുന്നവരാണ്, അല്ലാതെ തീരെ ചെറിയ ആൾക്കാരൊന്നുമല്ല. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവരാണ്. നേടുന്നതിലെല്ലാം കൃത്യം പ്രദാനം കൊടുക്കുന്നവരാണ്, കൃത്യ ദശാംശം കൊടുക്കുന്നവരാണ് പരീശന്മാർ. അവർ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുമ്പോൾ അവരിങ്ങനെ കൈകൾ മുന്നോട്ടിങ്ങനെ മലർത്തി പിടിച്ച് തല മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നവരാണ്. ഒരു കാലെടുത്ത് മുന്നിൽ വെക്കും. അങ്ങനെയാണ് അവരുടെ ഒരു ശൈലി. ഇതിനകത്തോട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാനത് കാണിച്ചത്. ഇങ്ങനെ കൈകൾ രണ്ടും വളർത്തി പിടിച്ച് മേളിലോട്ട് നോക്കി ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ച് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർ നിൽക്കുമ്പോൾ അവർ പറയുന്നതാണ് അവിടെ യേശു പറഞ്ഞത്, നേടുന്നതെല്ലാം ഞാൻ പ്രദാനം കൊടുക്കുന്നു, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റവനോ സ്വർഗത്തേക്ക് പോലും നോക്കാൻ തുനിയാതെ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് മാറത്തടിച്ച് ഭാവിയായ അടിയനോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ഇതാണ് യേശു കൊണ്ടുവന്ന ചിത്രം. എന്നിട്ട് യേശു പറഞ്ഞത്, കൃത്യമായ ദശാംശം കൊടുക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല നീതീകരണം നടക്കുന്നത്, പകരം അവൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയി എന്ന് യേശു പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ നീതീകരണം എന്ന് പറയുന്നത് ഈ റോമർ 8:33 വായിക്കണമെന്നില്ല. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആർ എന്നുള്ള ചോദ്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, വാട്ട് ഈസ് ദിസ് ജസ്റ്റിഫിക്കേഷൻ? എന്താണ് നീതീകരണം? നീതീകരണം എന്ന് പറയുന്നത് വീണ്ടും ജനനം അല്ല.
നീതീകരണം വിശുദ്ധീകരണവുമല്ല. നീതീകരണം പാപക്ഷമയുമല്ല. അപ്പൊ നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ, ദ വെസ്റ്റ്മിൻസ്റ്റർ ഷോർട്ടർ കാറ്റക്കിസത്തിന് ഒരു ഡെഫിനിഷൻ ഞാൻ കുറിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ കണക്കിടുകയും വിശ്വാസത്താൽ മാത്രം അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് മുഖാന്തരം ദൈവം നമ്മുടെ സകല പാപങ്ങളും ക്ഷമിക്കുകയും തന്റെ ദൃഷ്ടിയിൽ നീതിമാന്മാരായി നമ്മെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ഈ സൗജന്യ കൃപയുടെ പ്രവൃത്തിയെയാണ് നീതീകരണം എന്ന് പറയുന്നത്. ഇപ്പൊ സത്യത്തിൽ ഈ നീതീകരണം എന്നുള്ളത് നമ്മളൊക്കെ സഭകളിൽ ആരും പ്രസംഗിച്ചു കൊടുക്കാറില്ല, പഠിപ്പിക്കാറില്ല. അതുകൊണ്ട് ഒരുമാതിരി വിശ്വാസികൾക്കൊന്നും ഇത് അറിയത്തില്ല. പക്ഷെ നമ്മൾ ശരിയായ നീതീകരണം പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് ജസ്റ്റിഫിക്കേഷൻ? അതായത് നമ്മുടെ യാതൊരുവിധ ക്വാളിറ്റി നോക്കിയല്ല, പകരം യേശുവിനെ വിശ്വസിച്ചു എന്ന ഏക കാരണം കൊണ്ട് ദൈവം നമ്മെ നീതിമാന്മാരായി മുദ്രയടിച്ചു. ദൈവം നമ്മെ നീതീകരിച്ചു. അപ്പൊ ദൈവത്തിന്റെ ഭാഗമാണത്. അങ്ങനെയാണ് ദൈവം നമ്മെ നീതീകരിച്ചിരിക്കുന്നത്. അതാണ് നീതീകരണം എന്ന് പറയുന്നത്. ഞാൻ അതിന് ഫസ്റ്റ് എക്സാമ്പിൾ ബൈബിളിൽ നിന്ന് തന്നെ 2-3 വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ചിത്രം നൽകിക്കൊണ്ട് ഞാൻ അടുത്ത ടോപ്പിലേക്ക് പോകും. റോമാലേഖനം 3-ാം അധ്യായം ഒന്ന് എടുക്കാമോ? റോമാലേഖനം 3-ാം അധ്യായം. റോമാലേഖനം 3-ാം അധ്യായത്തിനകത്ത് 1-2 മിനിറ്റുകൾ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. റോമാലേഖനം 3-ാം അധ്യായത്തിനകത്ത് 21-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കിലേക്ക് വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഞാൻ ഒരു 2 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് റോമാലേഖനം എന്ന് പറയുന്നത് സത്യത്തിൽ റോമാലേഖനത്തിനകത്തെ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന സബ്ജക്റ്റാണ് ഈ 1, 2, 3, 4, 5 അധ്യായങ്ങൾക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ദയവായി നിങ്ങൾ റോമാലേഖനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ ഇരുന്ന് ശാന്തമായിട്ട് ഇത് വായിക്കണം. ധൃതി പിടിച്ച് ഈ ക്ലാസ്സിന്റെ സമയത്ത് വായിക്കരുത്. അതിനുശേഷം നിങ്ങൾ ഇത് വായിച്ചിത് പഠിക്കണം. റോമാലേഖനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് നീതീകരണം എന്ന സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല. 1-ാം അധ്യായത്തിനകത്ത് ജാതികൾ മുഴുവൻ പാപത്തിന്റെ കീഴിലാണെന്ന് പൗലോസ് തെളിയിച്ചു കൊടുത്തു. 2-ാം അധ്യായത്തിനകത്ത് യഹൂദന്മാർ പാപത്തിന് കീഴിലാണെന്ന് തെളിയിച്ചു കൊടുത്തു. 3-ാം അധ്യായത്തിനകത്ത് സർവലോകവും പാപത്തിന്റെ കീഴിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് തെളിയിച്ചു. ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് വീഴട്ടെ 1 മിനിറ്റ്. അങ്ങനെയെങ്കിൽ സർവലോകവും 3-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് 1 നിമിഷം തോന്നി. 3:19 ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴെയുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധി ശിക്ഷായോഗ്യമായി തീരേണ്ടത് അത്രേ. കണ്ടോ, സർവ ലോകവും, ഏത് വായും അടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായിരിക്കുന്നു. 20 അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. സ്നേഹിതരെ ഒന്ന് നോക്കിയേ, അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. നമുക്കിത് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം ഒരു എക്സാമ്പിൾ മാത്രം പറയാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എക്സാമ്പിളാണ് അബ്രഹാമും ദാവീദും. 4-ാം അധ്യായത്തിനകത്തുണ്ട് റോമാലേഖനം. അബ്രഹാമിനെ ഉദാഹരണം പറഞ്ഞു, ദാവീദിനെയും ഇതിനകത്ത് ഉദാഹരിച്ചിരിക്കുകയാണ്. എന്താ ഇവരെ രണ്ടുപേരും ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്? കേട്ടോ,
അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇപ്പൊ ദാവീദ് ദൈവസന്നിധി നീതീകരിക്കപ്പെട്ട എങ്ങനെയാ? ന്യായപ്രമാണം കൊണ്ടല്ല. അബ്രഹാമിന്റെ കാലത്ത് ന്യായപ്രമാണം ഇല്ല എന്ന് നമുക്ക് പറയാം. കാരണം ന്യായപ്രമാണം കൊടുത്തിട്ടില്ലല്ലോ. ന്യായപ്രമാണം മോശയ്ക്കാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ മോശയ്ക്ക് ശേഷമായിരുന്നല്ലോ ദാവീദ്. അപ്പൊ ദാവീദ് നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാ? അതാ പൗലൂസിന്റെ ക്വസ്റ്റ്യൻ. ദാവീദ് നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണം കൊണ്ടല്ല. കാരണം എന്നാ? ഈ ക്ലാസ്സിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദാവീദ് പാപം ചെയ്തു. എത്ര കൽപ്പനയാണ് ഒരു നിമിഷം ലംഘിച്ചത്? ആകെ 10 കൽപ്പനകളേ ഉള്ളൂ. ഈ 10 കൽപ്പനകൾക്കകത്ത് 4 കൽപ്പനയെങ്കിലുമാണ് ഒരു നിമിഷം കൊണ്ട് ദാവീദ് ലംഘിച്ചത്. ഞാൻ ആ 4 കൽപ്പനകളുടെ പേര് പറയുന്നില്ല, നിങ്ങളും കണ്ടുപിടിച്ചാൽ മതി. 4 കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ട്. 4 കൽപ്പനാ ലംഘനം നടത്തിയ ദാവീദ് ന്യായപ്രമാണം കൊണ്ട് നീതീകരിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. നെവർ. അപ്പൊ പിന്നെ എങ്ങനെയാ ദാവീദ് നീതീകരിക്കപ്പെട്ടത്? ഉത്തരം മനസ്സിലായോ? ദാവീദ് നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണം കൊണ്ടല്ല. അതാണ് ദാവീദ് തന്നെ 51 മസ്മൂറായില് 51-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് താൻ രേഖപ്പെടുത്തുന്നുണ്ട്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല, അല്ലെങ്കിൽ ഞാൻ അത് അർപ്പിക്കുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ദാവീദിന്റെ കാലത്ത് പിന്നെ ഏതാ യാഗം? ഹനനയാഗവും ബോധനയാഗവും, അത് അപ്പോൾ തന്നെ ഹോമയാഗവും പാപയാഗവും അകൃത്യയാഗവും സമാധാനയാഗവും, അല്ലാതെ വേറെ ഏത് യാഗവും ഉള്ളേ? വേറൊരു യാഗവും ഇല്ല. നിങ്ങളുടെ കൂടെ വന്നാലേ മനസ്സിലാകത്തുള്ളേ. വേറെ ഒരു യാഗങ്ങളുമില്ല. ലേവ്യ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന 5 യാഗങ്ങൾ: 1 ഹോമയാഗം, 2 ദഹനയാഗം, ഹോമയാഗം ദഹനയാഗം ഒന്ന് തന്നെ, 2 ഭോജനയാഗം, 3 സമാധാനയാഗം, 4 പാപയാഗം, 5 അകൃത്യയാഗം. 5 യാഗങ്ങളേ ഉള്ളൂ. ഈ 5 യാഗത്തിൽ നീ പ്രസാദിക്കുന്നില്ല, പിന്നെ ഏത് പ്രമാണമാ? നിങ്ങളുടെ മനസാക്ഷിയെ തട്ടി ഉണർത്തുക. അപ്പൊ ദാവീദ് പറഞ്ഞു, ന്യായപ്രമാണം കൊണ്ടല്ല എന്റെ നീതീകരണം നടക്കുന്നത്, പകരം തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ നിരസിക്കാത്ത ദൈവമേ, അങ്ങയുടെ ജീവപുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയരുതേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ പണിയണമേ എന്നല്ലേ ദാവീദ് പറഞ്ഞത്. അങ്ങനെയാണ് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയേ, നീതീകരണം ന്യായപ്രമാണം കൊണ്ടല്ല. പൗലോസ് കാര്യകാരണ സഹിതം ഇവിടെ തെളിയിച്ചു. കമോൺ, ഇനി അത്രയൊക്കെ പറയാൻ സമയമുള്ളൂ. കാര്യകാരണ സഹിതം ഇവിടെ തെളിയിച്ചു, ഒരു ജഡവും അവന്റെ സന്നിധിയിൽ ന്യായപ്രമാണം കൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണം കൊണ്ട് പാപത്തിന്റെ പരിജ്ഞാനം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. യെസ്, 23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവിടെയാ പൗലൂസ് തെളിയിച്ചത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതിനകത്ത് സകലരും വന്നിരിക്കുക. Sujay Raju, can you please unmute? Please mute your okay. ഇതിനകത്ത് അൺമ്യൂട്ട് ചെയ്തിരുന്നിട്ട് ദയവായിട്ട് വർത്താനം പറയരുത് ആരും. എനിക്ക് ആ കാര്യത്തിൽ ആരോടും ലോഹ്യമില്ല. എനിക്ക് എല്ലാവരും ഒരുപോലെ ഉള്ളൂ. പ്ലീസ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ആ ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞത്, യവൻ എന്ന് വ്യത്യാസമില്ല, യഹൂദൻ എന്ന് വ്യത്യാസമില്ല, സർവ ലോകവും പാപത്തിന്റെ കീഴിൽ അടയ്ക്കപ്പെട്ടു പോയി. എന്റെ മേലോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ ഇനിയും ശാന്തമായി 1-ാം അധ്യായത്തിന് 1 മുതൽ 3-ാം അധ്യായം 22 വരെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. തെളിയിക്കുന്ന ഭാഗം ഒന്നേ ഉള്ളൂ, സകല ലോകവും പാപത്തിന് കീഴിൽ. ഇതിനെങ്ങനെയാ ഒരു പരിഹാരം? 24-ാം വാക്യത്തിലേക്ക് നോക്കിയേ. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു.
അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലേക്ക് വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കൂ, വിശ്വസിക്കുന്ന അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. 25 വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പെരുമയിൽ മുൻ കഴിഞ്ഞ് പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ഓക്കെ, മതി. ദാറ്റ്സ് ഇനഫ്. നിങ്ങളുടെ കയ്യിൽ പേന ഉണ്ടല്ലോ, ഒരു ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാമോ? ട്രയാങ്കിൾ പെട്ടെന്ന് മുമ്പിലുള്ള പേപ്പറിൽ ട്രയാങ്കിൾ ഒന്ന് വരച്ചേ. ട്രൈ ആംഗിൾ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന്. 3 വശമുണ്ട്, 3 ആംഗിൾ ഉണ്ട്, അങ്ങനെയൊക്കെ അതിന്റെ പ്രത്യേകത. ത്രികോണം എന്ന് പറഞ്ഞാൽ 3 ആംഗിൾ മാത്രമല്ല, 3 വശമുണ്ട്. ട്രയാങ്കിൾ വരച്ചു. 3 വെർട്ടെക്സ് ഉണ്ട്, 3 ശീർഷകങ്ങൾ എന്ന് പറയും. ഓക്കെ, അതിനകത്ത് ഒന്ന് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ബേസ് ഉണ്ടാകുമല്ലോ. ഒരു ത്രികോണത്തിന് ബേസ് ഉണ്ട്, 2 സൈഡ് വരച്ച് മേലിൽ കൊണ്ട് മുട്ടുകയും ചെയ്തു. ഓക്കെ, ആ മുട്ടുന്ന വെർട്ടെക്സുകളുണ്ട്. ഇതിനകത്ത് നിങ്ങൾ എഴുതേണ്ടത്, ആ ബേസ്, ത്രികോണത്തിന്റെ ബേസിൽ എഴുതേണ്ടത് യേശു ക്രിസ്തുവിന്റെ രക്തം എന്ന് എഴുതണം. ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, ഇനി മറ്റേ 2 വശമുണ്ടല്ലോ, അതിൽ ഒരു വശത്ത് നിങ്ങൾ എഴുതണം ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപ. മലയാളത്തിൽ ദൈവത്തിന്റെ കൃപ. ബേസ് യേശു ക്രിസ്തുവിന്റെ രക്തം. 3-ാമത്തെ വശത്ത് നിങ്ങൾ എഴുതണം വിശ്വാസം എഴുതണം. വിശ്വാസം. ഓക്കെ, ഇനിയും ആ ത്രികോണത്തെ മാത്രം നിങ്ങൾ നോക്കി, ഞാൻ പറയാൻ പോവാ. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തിന്റെ കൃപയാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ മാനവ ലോകത്തിന് വീണ്ടെടുപ്പ് നൽകിയെങ്കിൽ ആര് വിശ്വാസത്തോടെ അതിൽ പ്രവേശിക്കുന്നുവോ ആ വ്യക്തിയാണ് നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ നീതീകരണം സൗജന്യമാണ്. നീതീകരണത്തിന് മുതൽ മുടക്കില്ല. നമുക്ക് ദൈവത്തിന് മുതൽ മുടക്കുണ്ട്. എന്താ മുതൽ മുടക്ക്? തന്റെ പുത്രനെ ലോകത്തിന് നൽകി. അവന്റെ രക്തത്താൽ ഉണ്ടോ, ബേസ് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസം മൂലം നാം നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല, നമ്മുടെ കുടുംബശ്രേഷ്ഠത കാരണമല്ല, ഞാൻ ജനിച്ച വീടിന്റെ സാഹചര്യമോ, ഇതൊന്നും അതിന് പിന്നിലില്ല. ആരുമാകട്ടെ, ഐദർ യു മേ ബി എ ജൂ ഓർ എ ഗ്രീക്ക്, നീ യഹൂദനായിരിക്കാം, യവനനായിരിക്കാം, മാനവ ലോകത്തിൽ പിറന്ന ഏത് വ്യക്തിയാണെങ്കിലും യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ അംഗീകരിക്കുമ്പോൾ അവന് പറയുന്ന പേരാണ് ഹി ഈസ് ജസ്റ്റിഫൈഡ്. അവൻ നീതീകരിക്കപ്പെട്ടവനായി. അവൻ ക്രിസ്തുവിലാണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ല. നീതീകരണത്തിന് ആണുങ്ങൾ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് പെണ്ണുങ്ങൾ നീതീകരിക്കപ്പെടില്ല. ആണായാലും പെണ്ണായാലും നീതീകരിക്കപ്പെട്ടേ പറ്റൂ. ആ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ നീതീകരണം നടക്കുന്നു. ഓക്കെ, അതാണ് ഡെഫിനിഷൻ. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും. ക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ കണക്കിടുകയും വിശ്വാസത്താൽ മാത്രം അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് മുഖാന്തരം ദൈവം നമ്മുടെ സകല പാപങ്ങൾ ക്ഷമിക്കുകയും
തന്റെ ദൃഷ്ടിയിൽ നീതിമാന്മാരായി സ്വീകരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സൗജന്യ കൃപയുടെ പ്രവൃത്തിയെയാണ് നീതീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ നീതീകരണത്തിന്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ പരിണിത ഫലം എന്താണെന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിന് 1 മുതൽ 10 വാക്യങ്ങളുണ്ട്. അത് നിങ്ങൾ ശാന്തമായിട്ട് വായിച്ചാൽ മതിയാവും. ഇപ്പോഴല്ല, പിന്നീട് വായിച്ചാൽ മതിയാവും. നെക്സ്റ്റ് വൺ, സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് സാങ്ക്ടിഫിക്കേഷൻ? നോക്കൂ, ഈ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, വീണ്ടും ജനനം കൊണ്ടും മാനസാന്തരം കൊണ്ടും നീതീകരണം കൊണ്ടും മാത്രം നമുക്ക് സ്വർഗപ്രാപ്തി സാധ്യമല്ല. വിശുദ്ധീകരണം നമുക്ക് അനിവാര്യമാണ്. Then what is sanctification? ഒന്ന് രണ്ട് ടെർമിനോളജി എഴുതിയിട്ടുണ്ട്. ഖദോഷ്, ഖദോഷ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായത്, വേർതിരിക്കപ്പെട്ടത്. ഗ്രീക്കില് ഹാഗിയാസോ, പരിശുദ്ധമാക്കുക എന്നൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം. അതിന്റെ ഡെഫിനിഷൻ: സൗജന്യമായ ദൈവകൃപയുടെ പ്രവൃത്തിയാൽ നമ്മുടെ വ്യക്തിത്വം ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുകയും ദിനംതോറും പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുവാൻ പ്രാപ്തനായി തീരുകയും ചെയ്യുന്നതാണ്. നമ്മെ വിശുദ്ധരാക്കുന്ന ദൈവിക പ്രവർത്തനമാണ് വിശുദ്ധീകരണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. ഡോൺ വറി, ഞാൻ മനസ്സിലാക്കി തരും. അത് കഴിഞ്ഞ് ഈ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയുമ്പോൾ ഈ ഭാഗം ഞാൻ ക്ലോസ് ചെയ്യും. ബാക്കി നിങ്ങൾ പഠിക്കണം. ഇത് ഒന്നും ആയിട്ടില്ല, ധാരാളം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നീതീകരണം, വിശുദ്ധീകരണം എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റുകൾ വളരെ ഡീപ്പാണ്. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കട്ട് ഷോട്ട് ചെയ്തു പോകുന്നത്. ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ വിശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു ഡെയിലി പ്രോസസ്സാണ്. വിശുദ്ധീകരണം എന്നും നാം ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ നീതീകരണം ഒരിക്കലായി സംഭവിക്കുന്ന കാര്യമാണ്. വിശുദ്ധീകരണം ഡെയിലി നമ്മൾ ചെയ്യേണ്ടതാണ്. ഇറ്റ്സ് ആക്ച്വലി ഇൻ എ ഡെയിലി പ്രോസസ്. ദിനംതോറുമുള്ള പ്രോഗ്രാമാണ് വിശുദ്ധീകരണം. നമ്മളൊരു ദിവസം നേരം വെളുത്തു, അന്ന് വൈകിട്ട് വരെയുള്ള സമയം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നീതീകരിക്കപ്പെട്ടവരാണ്, സത്യം. എന്നാൽ അന്നത്തെ ദിവസം നാം ഇടപെടുന്ന മേഖലകളെല്ലാം നിങ്ങൾ സന്ധ്യയാകുമ്പോൾ കിടക്കുന്നതിന് മുൻപ് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ പുറകോട്ട് ചിന്തിക്കണം. ഇന്ന് ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ മുതൽ ആ നിമിഷം വരെ ചെയ്ത ഓരോ കാര്യങ്ങൾ പുറകോട്ട് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്തു പോയ ചില തെറ്റുകൾ നമുക്ക് ബോധ്യപ്പെടും. അത് മനസ്സുകൊണ്ടാകാം, വാചകം കൊണ്ടാകാം, കർമ്മം കൊണ്ടാകാം, ഇടപെടൽ കൊണ്ടാകാം, മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, അല്ല വീട്ടിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെട്ടതാവാം. മനുഷ്യനല്ലേ. എന്നാൽ അതോരോന്നും ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കണം. അതിന്റെ പേരാണ് വിശുദ്ധീകരണം. ഇതിനുപയോഗിച്ച മറ്റൊരു പദമാണ് നമ്മിലുള്ള പാപപ്രവൃത്തികളെ മരിപ്പിക്കുക എന്ന് അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. മരിപ്പിക്കുക, അല്ലെങ്കിൽ അവയെ മരിപ്പിക്കുക എന്നതിന് അർത്ഥം അതാണ്. ഐ ഡൈ ഡെയിലി, ഞാൻ ദിവസേന മരിക്കുന്നു. കേട്ടോ, പൗലോസ് പറഞ്ഞതാ, ഐ ഡൈ ഡെയിലി, ഞാൻ ദിവസേന മരിക്കുന്നു. എന്നിലുള്ള ഓരോ ദുസ്വഭാവങ്ങൾ, അയ്യോ, ഞാൻ ദിവസവും മരിപ്പിക്കുകയാണ്. അതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, വിശുദ്ധീകരണം നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ ഈ വിശുദ്ധീകരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണേ, ഈ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, വിശുദ്ധനായ ദൈവം അശുദ്ധനായ നമ്മിലേക്ക് വാസം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധരായി മാറിയത്. എന്നിട്ട് ആ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ അനുരൂപപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കണം. വിശുദ്ധീകരണം ഒരിക്കൽ സംഭവിക്കുന്നതല്ല, ദിവസം തോറും സംഭവിക്കുന്നതാണ്. അവിടെ വിശുദ്ധീകരണത്തിന്റെ അൾട്ടിമേറ്റ്
വ്യൂ എന്ന് പറയുന്നത് ക്രിസ്തു സ്വഭാവത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. ദാറ്റ്സ് ആക്ച്വലി സാങ്ക്ടിഫിക്കേഷൻ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്തുണ്ടായിരുന്ന ആ വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ ആണോ ഇന്ന് നമ്മൾ നിൽക്കുന്നത്? അതിനേക്കാൾ പുരോഗതി ഇല്ലെങ്കിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നില്ല, അശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കണം. ക്രിസ്തുവിന്റെ സ്വഭാവം എന്താ? ക്രിസ്തുവിന്റെ സ്വഭാവം, അവന്റെ സൗമ്യത, അവന്റെ താഴ്മ, അവന്റെ വിശുദ്ധി, അവന്റെ പാപമില്ലായ്മ, ഇതിലേക്ക് നമ്മൾ വളരണം. ക്രിസ്തുവിന്റെ സ്നേഹം, ഇതുമായി നാം അനുരൂപപ്പെട്ട് ദിനംതോറും വന്ന് പാപത്തിന് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കാൻ പ്രാപ്തരാകുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് നമ്മൾ പറയുന്നത്. ഈ പണ്ട് തമ്പിയുടെ ഹൃദയം എന്നും പറഞ്ഞൊരു ട്രാക്ട് ഉണ്ട്. ഈ തമ്പിയുടെ ഹൃദയത്തിനകത്തോട്ട് യേശുക്രിസ്തു വരും. യേശുക്രിസ്തു വന്ന് കയറുന്നത് ഹൃദയത്തിലുണ്ടായിരുന്ന ഷഡ്പദങ്ങളും മുഴുവൻ പോയിട്ടല്ല യേശു കയറിയത്. ശരിക്കും നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മിലുള്ള ദുസ്വഭാവം മുഴുവൻ ഉപേക്ഷിച്ചിട്ടല്ല ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. ക്രിസ്തു നമ്മിൽ വരുമ്പോൾ നമ്മളുടെ ദുസ്വഭാവങ്ങൾ മാറുകയാണ്. കാരണം ക്രിസ്തു നമ്മിൽ വാസം ചെയ്താൽ ദുസ്വഭാവങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. ക്രിസ്തു കേന്ദ്രീകൃതമായി നമ്മുടെ ലൈഫ് മാറുക. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളേവരും വരണം, ഞാൻ ഉൾപ്പെടെ. അതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഡെഫിനിഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൗജന്യമായ ദൈവകൃപയുടെ പ്രവൃത്തിയാൽ നമ്മുടെ വ്യക്തിത്വം ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുകയും ദിനംതോറും പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുവാൻ പ്രാപ്തനായി തീരുകയും ചെയ്യുന്നതാണ്. നമ്മെ വിശുദ്ധരാക്കുന്ന ദൈവിക പ്രവർത്തനമാണ് വിശുദ്ധീകരണം. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ. ഈ നീതീകരണവും വിശുദ്ധീകരണവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് രണ്ടും ഒന്നല്ല. നിങ്ങളൊന്ന് ഒരു മിനിറ്റ് ശ്രദ്ധിച്ചാൽ മതി. നീതീകരണം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനിൽ നീതി കണക്കിടുകയാണ്. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പകർന്ന് വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയാണ്. നീതീകരണം എന്ന് പറയുന്നത് പാപം ക്ഷമിക്കപ്പെടുകയാണ്. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് പാപത്തെ കീഴടക്കുകയാണ്. നീതീകരണം എന്ന് പറയുന്നത് ശിക്ഷാവിധിയിൽ അകപ്പെടാതെ കോപാഗ്നിയിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാക്കപ്പെടുകയാണ്. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ആത്മീയ പക്വതയിലേക്ക് നമ്മളെ വളർത്തിയെടുക്കുകയാണ്. നീതീകരണം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നീതീകരണത്തോടു കൂടെ വിശുദ്ധീകരണം ആരംഭിക്കുകയാണ്. എപ്പം നീതീകരിക്കപ്പെടുന്നോ അന്ന് മുതൽ വിശുദ്ധീകരണം ആരംഭിക്കുകയാണ്. നീതീകരണം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമാണ്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് ആജീവനാന്ത പ്രക്രിയയാണ്. നീതീകരണം എന്ന് പറയുന്നത് അളക്കുവാൻ കഴിയത്തില്ല. വിശുദ്ധീകരണം എന്ന് പറയുന്നത് അളക്കുവാൻ കഴിയും. നീതീകരണം എന്ന് പറയുന്നത് ദൈവത്തിന് നിയമപരമായ പ്രവൃത്തിയാണ്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് ജീവിതവും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നീതീകരണം എന്ന് പറയുന്നത് കർമ്മനിഷ്ഠമാണ്, നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് ആത്മനിഷ്ഠമാണ്, ആത്മീയ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. നീതീകരണം എന്ന് പറയുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതിന്റെ അടിസ്ഥാനമാണ്. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നതിന്റെ അടിസ്ഥാനമായിരിക്കും. നീതീകരണവും വിശുദ്ധീകരണവും രണ്ടും രണ്ടാണ്. നീതീകരിക്കപ്പെട്ടവൻ പെട്ടവളിൽ അന്നു മുതൽ വിശുദ്ധീകരണം ആരംഭിക്കുകയാണ്. ശ്രദ്ധിക്കൂ, ഈ നീതീകരണം എന്ന് പറയുമ്പോൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്, വിശുദ്ധീകരണം എന്ന് പറയുന്നതിന് 3 തലങ്ങളുണ്ട്.
3 തലങ്ങളാണ്. ഒന്നാമത്തേതിന്റെ പേര് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്നാണ്, അല്ലെങ്കിൽ സ്ഥാനീയ ശുദ്ധീകരണം എന്ന് പറയും. നോക്കിക്കോണം, വിശുദ്ധീകരണം 3 ആണ്. ഒന്ന് സ്ഥാനീയ ശുദ്ധീകരണം അല്ലെങ്കിൽ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. രണ്ടാമത്തേന് പറയുന്നത് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ, പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അനുഭവിക ശുദ്ധീകരണം എന്ന് പറയാം. മൂന്നാമത്തതിന്റെ പേര് ഫൈനൽ സാങ്ക്ടിഫിക്കേഷൻ ഓർ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയാം, ഓർ അൾട്ടിമേറ്റ് സാങ്ക്ടിഫിക്കേഷൻ, അന്തിമ വിശുദ്ധീകരണം എന്ന് പറയാം. ഇത് എന്താ ഈ സ്ഥാനീയ വിശുദ്ധീകരണം അല്ലെങ്കിൽ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചപ്പോൾ ആ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നു. ആ പൊസിഷൻ, അതാണ് ആ പൊസിഷൻ. അപ്പൊ നമ്മൾ വിശുദ്ധിയുടെ റാങ്കിലെത്തി. അതിനെയാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, പ്രോഗ്രസീവ് എന്ന് പറയുന്നത് വാക്കിൽ തന്നെ നിങ്ങൾക്ക് അർത്ഥം കിട്ടി. ഡേ ബൈ ഡേ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയും നീക്കണം. തെസ്സലോനിക്ക ലേഖനത്തിലാണ് പൗലോസ് എഴുതി, നിങ്ങൾ മുഴുവനുമായി ശുദ്ധീകരിക്കപ്പെടണം, ദേഹവും ദേഹിയും ആത്മാവും വിശുദ്ധീകരിക്കപ്പെടണം എന്ന് എഴുതിയിട്ടില്ലേ? അതാണ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. എന്നാൽ അൾട്ടിമേറ്റ് സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഫൈനൽ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷന്റെ പേരാണ് തേജസ്കരണം അല്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ. അതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്, ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ മഹത്വീകരണം. അപ്പൊ എന്താണ് ഈ മഹത്വീകരണം? നോക്കൂ, ഇതിനകത്ത് റോമാലേഖനത്തിനകത്ത് 8-ാം അധ്യായത്തിന്റെ 29-30 വാക്യം, 2 വാക്യം പെട്ടെന്ന് വായിക്കുമോ? റോമൻസ് ചാപ്റ്റർ 28, 29 and 30. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കൂ, വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. തേജസ്കരണത്തിന്റെ പേരാണ് ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ മഹത്വീകരണം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പെർഫെക്ഷൻ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സാങ്ക്ടിഫിക്കേഷൻ ഓർ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ, മഹത്വീകരണം എന്ന് പറയും. അതിന്റെ ടെർമിനോളജി ഖബോദ്, മഹത്വം. ഓക്കെ, ഇൻ ഗ്രീക്ക് ഇറ്റ് ഈസ് ഡോക്സ. ഡോക്സ എന്നാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. ഡോക്സ, DOXA, ഡോക്സ. അതിൽ നിന്നാണ് ഈ ഡോക്സോളജി എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. ഡോക്സോളജി. ഈ ഡെഫിനിഷൻ മാത്രം നോക്കി, ദൈവജനത്തിന്റെ ശരീരവും ആത്മാവും ഉയർത്തെഴുന്നേറ്റ ശ്രേഷ്ഠനായ മഹത്വീകരിക്കപ്പെട്ട വീണ്ടെടുപ്പുകാരന്റെ പ്രതിമയോട് അനുരൂപപ്പെടുകയും അവരുടെ താഴ്ചയുള്ള ശരീരം ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുകയും ചെയ്യുന്ന മുഴു വ്യക്തിത്വത്തിന്റെയും സമ്പൂർണവും ആത്യന്തികവുമായ വീണ്ടെടുപ്പിനെയാണ് മഹത്വീകരണം എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിൽ ഈ മഹത്വീകരണം എപ്പോഴാ സംഭവിക്കുന്നത്? ശ്രദ്ധിക്കൂ, നമ്മൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ആത്മാവിന്റെ രക്ഷയാണ് നമ്മിൽ സാധ്യതമായത്. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണേ, ആത്മാവിന്റെ രക്ഷയാണ് നമ്മിൽ സാധിച്ചിരിക്കുന്നത്. ഈ എന്നിൽ പഠിക്കുന്ന നിങ്ങളിൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നീതീകരണം സംഭവിച്ചു എന്ന് പറഞ്ഞത് ആത്മരക്ഷയാണ് സാധിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ സാധിച്ചിട്ടില്ല. ശരീരത്തിലെ വീണ്ടെടുപ്പ് സാധിക്കാത്തത് കൊണ്ടാണ് വിശുദ്ധീകരണം അനിവാര്യമായി വന്നിരിക്കുന്നത്. നമ്മൾ ഈ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് അറിയാതെ പാപത്തിന് വിധേയപ്പെട്ടു പോകുന്നു. നമ്മൾ പാപത്തിന് വിധേയപ്പെടുന്ന ആ മൊമെന്റിൽ അറിഞ്ഞില്ലേലും
10 മിനിറ്റ് അയ്യോ ഞാൻ തെറ്റിപ്പോയി എന്ന് ബോധ്യപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉള്ളത് കൊണ്ടാണ്. ഉടൻ തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് കർത്താവെ ക്ഷമിക്കണേ, എന്റെ ജീവിതത്തിൽ അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പിന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിലാ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നമുക്ക് സാധിച്ചിട്ടില്ല. അതെപ്പോഴാ സാധിക്കുന്നത്? ഉത്തരം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിലാണ് ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നത്. അതാ ഇവിടെ എഴുതി 1 Thessalonians 4:16-17 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാ, വായിക്കണമെന്നില്ല. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തി നിൽക്കും. പിന്നെ ജീവനുള്ള നമ്മൾ രൂപാന്തരപ്പെട്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നമുക്ക് രൂപാന്തരം ഉണ്ടാകുന്നത് അന്നേരമാണ്. നമ്മൾ മരിച്ചെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും. തീർന്നില്ല. കണ്ണിമയ്ക്കുന്നതിനിടയിൽ, അതാ 1 Corinthians പറഞ്ഞത്, കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷരാ ഉയർക്കും. നിങ്ങൾ ശ്രദ്ധിക്കൂ. ഫിലിപ്പിയർ 3:20-21 വാക്യത്തിൽ പറഞ്ഞത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്ന് നാം അറിയുന്നു. 21 വാക്യം മാത്രം ഒന്ന് വായിക്കുമോ? ഫിലിപ്പിയൻസ് 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ളവന്റെ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഉണ്ടോ? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ പിന്നെയും വന്ന് എൻ്റെ അടുത്ത് ഞാൻ ഇരുത്തും. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 21:1-4 വരെയുള്ള വാക്യങ്ങളിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കാണുന്നു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ഭർത്താവിന് വേണ്ടി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അടുത്ത വാക്യം എന്താ പറഞ്ഞത്? സിംഹാസനത്തിൽ നിന്ന് ശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. അപ്പൊ നോക്കിയേ, മഹത്വീകരണം നമ്മിൽ സംഭവിക്കും. അതിനുശേഷം നമ്മൾ അതെ നിത്യതയിലേക്ക് പോവുകയല്ലേ, നിത്യതയിലേക്ക്. ഒന്നെങ്കിൽ അന്ത്യകാല ശാസ്ത്രത്തിനകത്ത് ഞാനൊരു ഔട്ട്ലൈനെങ്കിലും തരാൻ ശ്രമിക്കാം. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ മഹത്വീകരണം. ഇവിടെ കൊണ്ട് സോറ്റീരിയോളജി എന്ന സബ്ജക്റ്റ് ഇനിയും സഭാശാസ്ത്രം എന്നൊരെണ്ണം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാണ് നമുക്ക് അന്ത്യകാല ശാസ്ത്രം കിടക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം 3 ക്ലാസ്സുകൾ ഉള്ളല്ലോ. ക്ലാസ്സുകൾ കുറവാണ്, എന്നെ കൂടെ തീർക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. എങ്കിലും ഈ 15 മിനിറ്റ് ഞാൻ വളരെ പ്രയോജനപ്പെടുത്താൻ തന്നെ തീരുമാനിക്കുന്നു. പ്ലീസ്, നെക്സ്റ്റ് ഹെഡിങ് സഭാശാസ്ത്രം, എക്ലീഷ്യോളജി. എന്താണ് സഭാശാസ്ത്രം? നോക്കൂ, എക്ലീഷ്യോളജി എന്ന് പറയുമ്പോൾ അതിന്റെ ടെർമിനോളജി എക്ലീഷ്യ പ്ലസ് ലോഗോസ്. എക്ലീഷ്യ പ്ലസ് ലോഗോസ് ആണ് എക്ലീഷ്യോളജി. ഓക്കെ, മുഖവുര. സഭ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ സഭ? സഭ എന്ന് പറഞ്ഞാൽ കൂട്ടമെന്നോ സംഘമെന്നോ ഒക്കെ അതിന് വേർഡ് മീനിങ് ഉള്ളൂ. സത്യത്തിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗ്യാദർ ടുഗദർ ഫോർ എ സ്പെഷ്യൽ പ്രോഗ്രാം, ഇത്രയൊക്കെ ഉള്ളൂ. ഒരാവശ്യത്തിന് ഒരുമിച്ച് കൂടുന്ന ഒരു ഗ്രൂപ്പ് എന്നേ ഉള്ളൂ സഭ എന്ന വാക്കിന്റെ അർത്ഥം. സംഘം എന്നൊക്കെ അതിന് അർത്ഥം കൊടുത്തിരുന്നു. എന്നാൽ പിന്നീട് ആത്മീയവൽക്കരണം നടന്നു. അതുകൊണ്ട് ഏകവും വിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികവുമാണ് സഭ എന്ന ആശയത്തിലേക്ക് നൈസ്യൻ കൗൺസിലോടുകൂടെ പ്രഖ്യാപിക്കപ്പെട്ടു. നൈസ്യൻ കൗൺസിൽ എന്ന് പറഞ്ഞാൽ നിഖ്യാ സുന്നഹദോസ്, എഫസോസ് സുന്നഹദോസ്, ചാൾസിഡൻ അല്ലെങ്കിൽ കൽക്കദോനിയ സുന്നഹദോസ്. ഈ 3 സുന്നഹദോസുകളിൽ കൂടെ ആയിരുന്നു
സഭയ്ക്കൊരു അടിസ്ഥാനപരമായ ചിത്രം സമൂഹത്തിനുണ്ടായത്. അതാണ് ഏകവും വിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണമുണ്ടായി. ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ പെന്തക്കോസ്തൽ സമൂഹങ്ങളിൽ അങ്ങനെ ആരും പറഞ്ഞു കേൾക്കാറില്ലെങ്കിലും എപ്പിസ്കോപ്പൽ സഭകളിൽ ഏതെങ്കിലും ആരാധനകളോ കുർബാനകളിലോ നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് കേട്ടിട്ടുണ്ട്. അപ്പോസ്തോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് തന്നെയാണിത്. അപ്പോസ്തോലികവും കാതോലികവും ശ്ലൈഹികം, ശ്ലൈഹം എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലികം എന്നാണ്. അപ്പൊ കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ ഈ സഭയുടെ ആരംഭം, വളർച്ച, അടിസ്ഥാന തത്വങ്ങൾ, സഭയുടെ ദൗത്യം, സഭയുടെ ആരാധന, സഭയുടെ ശുശ്രൂഷകൾ, ഇവയെക്കുറിച്ചുള്ള ഒരു പഠനത്തിന്റെ പേരാണ് സഭാശാസ്ത്രം. 1 by 1 ആയിട്ട് ഞാനിവിടെ എഴുതി. സഭയുടെ ആരംഭം, സഭയുടെ വളർച്ച, സഭയുടെ അടിസ്ഥാന തത്വങ്ങൾ, സഭയുടെ ദൗത്യം, സഭയുടെ ആരാധന, സഭയുടെ ശുശ്രൂഷകൾ, ഇവകളെക്കുറിച്ചുള്ള ഒരു പഠന ശൃംഖലയാണ് എക്ലീഷ്യോളജി അല്ലെങ്കിൽ സഭാശാസ്ത്രം. ഇറ്റ്സ് സിമ്പിൾ. സഭയെക്കുറിച്ച് പഠിക്കുക. സഭ എന്താണ്? സഭയെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഞാൻ സ്ലൈഡ് മാറ്റിക്കോട്ടെ. സഭാശാസ്ത്രം, സഭയെക്കുറിച്ച് പഠിക്കുന്നു. നെക്സ്റ്റ് വൺ, അതിന്റെ ടെർമിനോളജി അഥവാ മൂലപദങ്ങൾ എന്താ? എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം ഒന്ന് കഹാൽ എന്ന് പറയും. കഹാൽ, QAHAL, കഹാൽ. മലയാളത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കഹാൽ. ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ചു കൂട്ടപ്പെട്ടവർ എന്നാണ് അതിന്റെ അർത്ഥം. കഹാൽ. മറ്റൊരു പദവും കൂടെ എബ്രായ ഭാഷയിലുണ്ട്, ഏതാ എന്നാണ്. EDHAH, ഏതാ. നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ഒരുമിച്ച് കൂടുക അല്ലെങ്കിൽ കണ്ടുമുട്ടുക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. ഇനി ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എന്താണ്? എക്ലീഷ്യ ഉണ്ടോ? എക്ലീഷ്യ എന്ന പദം ഗ്രീക്ക് പദമാണ്. എക്ലീഷ്യ. അപ്പൊ നോക്കൂ, എക് പ്ലസ് ഖാലീൻ, ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എക് പ്ലസ് ഖാലീൻ ഓർ എക് പ്ലസ് ഖാലേൻ. എക് എന്ന വാക്കിന്റെ അർത്ഥം ഔട്ട് എന്നാണ്, പുറത്തേക്ക് പോവുക, പുറത്തു പോവുക എന്നാണ് എക് എന്ന വാക്കിന്റെ അർത്ഥം. ഗ്രീക്ക് വാക്കാണ്, ഹിന്ദി അല്ല. ഹിന്ദിയിൽ ഏക് എന്ന് പറഞ്ഞാൽ വേറെ മീനിങ് ആണ്. ഗ്രീക്കിൽ ഏക് എന്ന് പറഞ്ഞാൽ ഔട്ട്. കാലിയൻ എന്ന് പറഞ്ഞാൽ കോളിംഗ് എന്നാണ്. കാലിയോ, കോളിംഗ്. കാലിയോ എന്നാണ് ഒറിജിനൽ ഗ്രീക്ക് കോളിംഗ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഉണ്ടോ, ഏക് പ്ലസ് കാലിയൻ ഓർ കാലിയോ, ഏക് പ്ലസ് കാലിയോ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശം? ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് എക്ലീഷ്യ എന്ന് കൊടുത്തിരിക്കുന്നത്. എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ എന്നർത്ഥം. അതാണ് സഭാശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന പദം എക്ലീഷ്യ. എക്ലീഷ്യ, ek plus kalio. Ek means out, kalin means calling out. Now calling out for a special purpose. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ദെൻ ഗ്രീക്കിൽ ഒരു പദവും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, കുരിയാക്കോൺ എന്ന് പറയും. കുരിയാക്കോൺ. നിങ്ങൾ തിയോളജി ഇതുവരെ പഠിച്ചവരാ. കൂറിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ദൈവം എന്നാണ്. ആ കൂറിയോസിന്റെ ഒരു വകഭേദമായിരുന്നു കുരിയാക്കോൺ എന്ന് പറഞ്ഞ കർത്താവിന്റെ വക. ബിലോങ്സ് ടു ദ ലോർഡ്, ബിലോങ്സ് ടു ദ ലോർഡ്. അതാണ് കുരിയാക്കോൺ. ഓക്കെ. സഭയുടെ പ്രകൃതി എന്താണ്? ക്യാരക്ടർ ഓഫ് ദി ചർച്ച്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏകവും വിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികവുമാണ് സഭ എന്ന് പറയുന്നത്. ഏകവും വിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികവും. ഏകം എന്ന് പറയുന്ന അർത്ഥം വിശദീകരിക്കട്ടല്ലോ. ഏക സഭയേ ഉള്ളൂ, ഭൂമിയിൽ ഒന്നിലധികം സഭയില്ല. അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ് സഭയുടെ അംഗങ്ങൾ.
അത് വിശുദ്ധ സഭയാണ്. ഏത് അശുദ്ധിയും നടമാടുന്നത് സഭയല്ല പ്രീതി. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭയാണെന്നൊന്നും ആരും ദയവായി ചിത്രീകരിക്കരുത്, ചിന്തിക്കരുത്. കാതോലികം എന്ന് പറഞ്ഞാൽ സാർവത്രികം, സാർവദേശീയം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കാതോലിക്. അപ്പോസ്തോലികം എന്ന് പറഞ്ഞാൽ ശ്ലൈഹികമായിരിക്കണം, അപ്പോസ്തോലികമായിരിക്കണം. ഓക്കെ. ആ സഭയുടെ പ്രത്യേകത, 3 പ്രത്യേകത. ഒന്ന്, ടീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം ശക്തിയായി പഠിപ്പിക്കുന്ന സ്ഥലമായിരിക്കും ദൈവസഭ. വചന പഠനത്തിന്റെ സ്ഥലമാണ് ദൈവസഭ. നമ്പർ 2, ട്രൂ ഓർഡിനൻസസ് ഇൻ ദ ചർച്ച്. ഓർഡിനൻസസ് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ അല്ലെ കൂദാശകൾ. സഭയുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സ്ഥലമാണ് ദൈവസഭ. 3-ാമത്തെ കാര്യം, സ്പിരിച്വൽ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിച്ചാൽ, ഡിസിപ്ലിൻ വളരെ അച്ചടക്കം, വളരെ കൃത്യനിഷ്ഠത പാലിക്കുന്ന സ്ഥലമാണ് ദൈവസഭ. അഴിഞ്ഞാട്ടം ഉള്ള സ്ഥലമല്ല ദൈവസഭ. ഓക്കെ. നെക്സ്റ്റ് വൺ, സഭയുടെ സാദൃശ്യങ്ങൾ എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കൂ, ഒരു 6-7 സാദൃശ്യങ്ങൾ ബൈബിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്, ഞാനൊരു 7 എഴുതി വെച്ചതേ ഉള്ളൂ. ഒന്ന്, ആട്ടിൻ കൂട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് സഭയെ. ഇതൊരു സാദൃശ്യ പാഠമാണ്, ടൈപ്പോളജി എന്ന് പറയും. ആട്ടിൻ കൂട്ടം, സഭയെ ആട്ടിൻ കൂട്ടത്തോട് ഉപമിച്ചിട്ടുണ്ട്. വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. എഫേസ്യ ലേഖനത്തിനകത്ത് 1-ാം അധ്യായത്തിൽ സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് തെളിയിക്കുക. ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. 2-ാം അധ്യായത്തിൽ ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ മന്ദിരമാണ് സഭ എന്ന് തെളിയിക്കുക. എഫേസ്യരുടെ 3-ാം അധ്യായത്തിൽ തെളിയിക്കുന്നത് ചർച്ച് ഈസ് എ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് എന്ന ക്രിസ്തുവിന്റെ ഒരു മർമ്മമാണ്. മിസ്റ്ററി, രഹസ്യം. ക്രിസ്തുവിന്റെ ഒരു മർമ്മമാണ് ദൈവസഭ. 4-ാം അധ്യായത്തിൽ തെളിയിച്ചത് ക്രിസ്തുവിന്റെ പുതിയ മണവാട്ടി അല്ല. 4-ാം അധ്യായത്തിൽ തെളിയിച്ചത് 4-ാം അധ്യായത്തിൽ തെളിയിച്ചത് ക്രിസ്തുവിന്റെ പുതിയ മനുഷ്യൻ എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ പുതിയ മനുഷ്യൻ, അതായത് സഭ പുതുമനുഷ്യനാണ്, പഴയ മനുഷ്യനല്ല. എഫേസ്യരുടെ 5-ാം അധ്യായത്തിൽ തെളിയിച്ചത് ചർച്ച് ഇസ് എ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ, മണവാട്ടി സഭ. പിന്നീട് പത്രോസിന്റെ ലേഖനത്തിലുണ്ട്, അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. അപ്പോ രാജകീയ പുരോഹിത വർഗങ്ങളാണ്. ഇതെല്ലാം സാദൃശ്യ പാഠങ്ങളാണ്. കമോൺ, നെക്സ്റ്റ് വൺ. സഭയുടെ ആരംഭം എവിടെയാണ്? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 16:18. മത്തായി 16:18. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന്. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാലും സത്യത്തിൽ ബർത്ത്ഡേ ഓഫ് ദി ചർച്ച് എന്ന് പറഞ്ഞാൽ സഭ ഇവിടെ ഉത്ഭവത്തെ കുറിച്ച് യേശു പറഞ്ഞു എന്നേ ഉള്ളൂ. സഭ അന്ന് വന്നില്ല, കാരണം ഒരു ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിച്ചു, ഞാൻ എൻ്റെ സഭയെ പണിയും. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ നോക്കിയേ, വേഴ്സ് 40. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അടുത്ത 42. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഓക്കെ. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്ന വാക്യം ഇവിടെ നിന്ന് വായിച്ചു നോക്കി. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നത്
ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. മതി. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ സഭയായല്ലോ. നിങ്ങളുടെ ചിന്ത ഒന്ന് വർക്കൗട്ട് ചെയ്തേ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ഞാനൊരു സഭയെ പണിയുമെന്നാണ് പറഞ്ഞു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യത്തിൽ എഴുതി, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടേയിരുന്നു. അപ്പൊ സഭ ഓൾറെഡി ആയി. അപ്പൊ ഇൻ ബിറ്റ്വീൻ ദീസ് ടു വേർഡ്സ്, ഈ രണ്ട് വാക്യങ്ങളുടെ ഇടയിലാണ് സഭ സ്ഥാപിതമായത്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വാക്യങ്ങൾ. അത് വായിക്കണമെന്നില്ല. പെന്തക്കോസ്ത് എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൂടി കാറ്റടിക്കുന്ന ഒരു ആകാശത്തു നിന്ന് മുഴക്കമുണ്ടായി. അവർ ഓരോരുത്തരും ഒരു ആത്മാവ് വന്നു. അവർ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. അവിടെ സഭയുടെ സ്ഥാപനം അവിടെ നടന്നു. സഭാസ്ഥാപനം കേട്ടോ. നെക്സ്റ്റ് വൺ, ചർച്ച് ക്യാൻ ബി ഡിവൈഡഡ് ടു. സഭയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താണെന്നറിയാമോ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞത് യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ചാണ്. യൂണിവേഴ്സൽ ചർച്ച്. ഇപ്പൊ നമ്മുടെയൊക്കെ ലോക്കൽ സഭകളിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടു വന്നില്ല എന്ന് കരുതി ദൈവസഭയ്ക്കകത്ത് ആരും വരുന്നില്ല എന്നൊന്നും നിങ്ങൾ കരുതരുത്. ആഗോള സഭ എന്ന് പറയാൻ യൂണിവേഴ്സൽ ചർച്ച് മീൻസ് ആഗോള സഭയിൽ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ചർച്ച്. ആൻഡ് സെക്കൻഡ് വ്യൂ, ലോക്കൽ ചർച്ച്, പ്രാദേശിക സഭ. ഞാനും നിങ്ങളൊക്കെ പ്രാദേശിക സഭയുടെ അംഗങ്ങളായിരിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സൽ ചർച്ചിന്റെ അംഗങ്ങളാണ്. യൂണിവേഴ്സലായി സഭ എണ്ണത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കും. ഇതിന്റെ അടിസ്ഥാനം ക്രിസ്തു ആണ്. ഇതിന്റെ അടിസ്ഥാനം ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്ന ദൈവസഭ ഉണ്ടോ? മൂലക്കല്ല് ക്രിസ്തു ആണ്. വളരെ ഗൗരവമായി പഠിക്കണേ. സഭ ക്രിസ്തുവിൻ്റെതാണ്. സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. സഭയുടെ മൂലക്കല്ല് നമ്മുടെ സംഘടനയുടെ നേതാക്കന്മാരാരുമല്ല. ഒരു സംഘടനയുടെ നേതാക്കന്മാർ സഭയുടെ മൂലക്കല്ലുകൾ അല്ല അല്ല അല്ല. യേശു ക്രിസ്തു മാത്രമാണ് സഭയുടെ മൂലക്കല്ല്. ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ എന്നിവരാൽ പണിയപ്പെട്ടിരിക്കുന്ന ദൈവസഭ. പരിശുദ്ധാത്മാവിന്റെ പങ്കാളിത്തം അതിനകത്ത് വളരെ വലുതാണ്. ചരിത്രപരമായ തുടക്കമായിരുന്നു അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആരംഭിച്ചത്. അതാണ് ചരിത്രിക തുടക്കം, അല്ലെങ്കിൽ ചരിത്രപരമായ തുടക്കം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അവിടെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ പറഞ്ഞു. മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, വക്രതയുള്ള തലമുറയുടെ നൽകുന്ന വേർപാട് ആചരിക്കുക. ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്പോസ്തലന്റെ ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുക. ഈ വിധ പ്രമാണങ്ങളെല്ലാം അവിടെ പറഞ്ഞു കൊടുത്തു. സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അവർക്ക് നൽകുവാനിടയായി തീർന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, സഭയുടെ ശുശ്രൂഷകന്മാർ ആരൊക്കെയാണ്? സഭയുടെ ശുശ്രൂഷാവൃന്ദങ്ങൾ. സഭയുടെ ശുശ്രൂഷാവൃന്ദങ്ങൾ ആരൊക്കെയാണ്? അത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എഫേസ്യർ 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. ബുദ്ധിമുട്ട് നിമിത്തം അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കൂ, അത്ര വായിച്ചാൽ മതി. ഒന്ന് നോക്കിയേ, ഞാൻ സ്ലൈഡിനകത്ത് എഴുതിയിട്ടുണ്ട്. ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എവിടെ?
ദൈവത്തിന്റെ സഭയിൽ. യേശുക്രിസ്തുവാണ് സഭയുടെ മൂലക്കല്ല്. യേശുക്രിസ്തുവാണ് സഭയ്ക്ക് വേണ്ടി രക്തം നൽകിയത്. യേശുക്രിസ്തു മാത്രമാണ് എന്നെ നിങ്ങളെ രക്ഷിച്ചത്, വേറെ ആരുമില്ല. എന്നാൽ ആ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ശുശ്രൂഷാവൃന്ദങ്ങൾ 5 ഗ്രൂപ്പാണ്. 5 ഓഫീസേഴ്സ് എന്ന് വേണേൽ പറയാം. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഇവരെ കുറിച്ച് നിങ്ങൾ ഒരു അസൈൻമെന്റ് പോലെ എഴുതി ഒന്ന് പഠിക്കാമോ? കേട്ടത് കൊണ്ടൊന്നും പഠിക്കത്തില്ല പ്രിയരെ, ഒത്തിരി ടെക്സ്റ്റ് റെഫർ ചെയ്ത് പഠിക്കണം. ആരാണ് അപ്പോസ്തലൻ? ചിലരൊക്കെ അപ്പോസ്തലന്മാരാണെന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് സംശയമുണ്ട്. ആരാണ് അപ്പോസ്തലൻ? ഒരു സഭയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് അപ്പോസ്തലനാകണമെന്നൊന്നുമില്ല. ആരാണ് അപ്പോസ്തലൻ? 2 കൊരിന്ത്യർ 12-ാം അധ്യായം 12-ാം വാക്യം വായിച്ച്. നല്ല നമ്പർ ഓർത്തിരിക്കാൻ. 2 കൊരിന്ത്യർ 12:12. ആരാണ് അപ്പോസ്തലൻ? അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ അപ്പോസ്തലന്റെ ലക്ഷണങ്ങളോ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീരപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. കണ്ടോ? അപ്പോസ്തലന് ലക്ഷണമുണ്ട്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിയുടെ ലക്ഷണം. കാകദൃഷ്ടി, ഭഗധ്യാനം, ശ്വാനനിദ്ര, തഥൈവ ച അല്പാഹാരം, ജീർണവസ്ത്രം ഏത് വിദ്യാർത്ഥി ലക്ഷണമെന്നാണ്. കാക്കയുടെ കണ്ണ് ഉണ്ടോ? കാകദൃഷ്ടി, ഭഗധ്യാനം കൊക്കിന്റെ ധ്യാനം, ശ്വാനനിദ്ര നായുടെ ഉറക്കം, ഇതൊക്കെയാ വിദ്യാർത്ഥിക്ക് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അപ്പോസ്തലന്മാർക്ക് പറഞ്ഞ ലക്ഷണം 1 പൂർണ്ണ സഹിഷ്ണുതയുള്ളവരായിരിക്കണം. 1 വന്ന് 2-ാമത്തിന് ദേഷ്യപ്പെടുന്നവരാരും അപ്പോസ്തലന്മാരല്ലെന്ന് വേദപുസ്തകം അനുസരിച്ച് തെളിയിക്കാൻ പറ്റും. 2 വീര്യപ്രവർത്തികളാൽ നിങ്ങളുടെ വെളിപ്പെട്ടു വന്നു. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യം നൽകണം, മിറാക്കിൾസ് നടക്കണം. കൈ വരണ്ടവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ കൈ നീളും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഇന്നത്തെ കാലത്ത് അപ്പോസ്തലന്മാരുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയും പറഞ്ഞ് ഞാനിങ്ങ് നിർത്തുക. ചിലർക്ക് വാചകം പറയുന്നേ ഉള്ളൂ, ഞാൻ അപ്പോസ്തലനാണെന്ന്, അല്ലെന്ന് തെളിയിച്ചു കൊടുക്കാം വേദപുസ്തകം അനുസരിച്ച്. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ ബൈബിളുണ്ട്. പൂർണ്ണ സഹിഷ്ണുത ഉള്ളവരായിരിക്കണം. എന്നാൽ നമുക്ക് ശ്രമിക്കാം, കർത്താവേ എന്നെ ഒരു അപ്പോസ്തലനാക്കാൻ. നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്നറിയാവോ? സഭാസ്ഥാപനം. സഭ സ്ഥാപിക്കുന്നയാളാണ് അപ്പോസ്തലൻ, സഭാസ്ഥാപനം നടത്തുന്നയാൾ. പക്ഷെ അവന്റെ ലക്ഷണം കേട്ടല്ലോ. പണ്ടൊരാൾ പറഞ്ഞു അപ്പസ്ഥലത്തുള്ളവനാ, വ്യാഖ്യാനിച്ചതാ, അപ്പസ്ഥലത്തുള്ളവനായിരിക്കും. അങ്ങനെയൊന്നും വേദപുസ്തകാർത്ഥങ്ങളില്ല. 2 പ്രവാചകന്മാരാരാണ്? പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നാമം എന്ന വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സംശുദ്ധം, സഭയെ ശുദ്ധീകരിക്കുന്നവനാണ് പ്രവാചകൻ. നിങ്ങൾ ഓർക്കണം, സഭയെ ശുദ്ധീകരിക്കുന്നവനാണ് പ്രവാചകൻ. അല്ലാതെ എന്തേലും വന്നേച്ച് അത് മുന്നിൽ കൂടെ ഫ്ലൈറ്റ് തുറക്കുമെന്നും നാളെ നിന്നെ ഖത്തറിൽ വിടുമെന്നും അവിടുന്ന് മറ്റന്നാൾ അമേരിക്കയ്ക്ക് വിടുമെന്നും പറയുന്ന പ്രവചനത്തിനൊന്നും പുറകെ എൻ്റെ പ്രിയരെ നിങ്ങൾ പോകരുത്. അതല്ല പ്രവചന ശുശ്രൂഷ. ജീവിതത്തിലെ തെറ്റിന് നേരെ വിരൽ ചൂണ്ടുന്ന ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകണം. അതാണ് പ്രവചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് സത്യപ്രവാചകന്മാർ ഇന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉണ്ടെങ്കിൽ സന്തോഷം. എല്ലാവരെയും അല്ല, കൂടടച്ച് ഞാൻ പറഞ്ഞില്ല, സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ടാവാം. സുവിശേഷകന്മാർ 3 സുവിശേഷം അറിയിക്കുന്നവരാണ്. ഉണ്ടോ? their duty is to spread gospel. സുവിശേഷം അറിയിക്കുക. ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകന്മാർ. സമയം പോയത് നിർത്തട്ടെ. ഇടയന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? പാസ്റ്റേഴ്സ്. ആരാണ് പാസ്റ്റേഴ്സ്? ഉണ്ടോ? ഇടയന്മാർ സഭയുടെ ശുശ്രൂഷകനിൽ 4 നൽകിയിരിക്കുന്ന ആൾക്കാരാണ് ഇടയന്മാരെന്ന് പറയുന്നത്. ഇടയൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഷെഫേർഡ്സ് എന്നാണ്. ഷെഫേർഡ്സ് അല്ലെങ്കിൽ ഫീഡ് ദ ഫ്ലോക്ക്. ആടുകൾക്ക് തീറ്റ കൊടുക്കണം. നല്ല 1-ാം തരം തീറ്റ കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. എന്നും ഈ ഗോലിയാത്തും തെറ്റാലിയും 2 കല്ലും പറക്കിക്കൊണ്ട് ഗോലിയാത്തിനെ തിരുനെറ്റിക്കെറിഞ്ഞ സംഭവം കൊണ്ട് ഞായറാഴ്ച ജനങ്ങൾ മുഷിഞ്ഞു പോവുകയാണ്. നല്ല ഭക്ഷണം കൊടുക്കണം വിശ്വാസികൾക്ക്. 66 പുൽമാരികളിൽ കൂടെ വിശ്വാസികളെ കൊണ്ടുപോകണം.
ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത പുതിയ പുതിയ ഭക്ഷണം അവർക്ക് കിട്ടണം. പുതിയ പുതിയ ഭക്ഷണം കിട്ടിയാൽ ആരും പോകത്തില്ല. എന്തുകൊണ്ടാണ് ഈ സിറ്റികളിലൊക്കെയുള്ള അതെ ആടുകളൊക്കെ ഈ സിനിമാ പോസ്റ്റർ കടിച്ചു തിന്നുന്നറിയാവോ? പുല്ല് കിട്ടാത്തത് കൊണ്ടാ. പുല്ല് കിട്ടാത്തത് കൊണ്ടാ ഈ സിനിമാ പോസ്റ്റർ കടിച്ചു തിന്നുന്നേ. നല്ല പുല്ലുണ്ടെങ്കിൽ ഒരു സിനിമാ പോസ്റ്റർ കടിച്ചു തിന്നത്തില്ല. നമ്മൾ സഭകളിൽ ദാരിദ്ര്യ സഭയാണ്. വചനത്തിന്റെ ദാരിദ്ര്യം. കുറെ കൊട്ടിഘോഷിച്ച് ബഹളം ഉണ്ടാക്കി പിരിയുക. ആർക്കെങ്കിലും രോഗസൗഖ്യം കിട്ടിയെങ്കിൽ അവനെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ആൾക്കാരുടെ മുമ്പിൽ പ്രകടിപ്പിച്ച് അത് യൂട്യൂബിനകത്ത് പരസ്യം കൊടുത്തു പോവുക. വചനം നൽകുന്നില്ല, ഭക്ഷണം നൽകുന്നില്ല. ദാരിദ്ര്യ അവസ്ഥയിൽ തന്നെ പട്ടിണിയോടെ ജനങ്ങൾ മടങ്ങിപ്പോവുകയാ. അരുത്, അരുത്, അരുത്. ഭക്ഷണം നൽകി കൊടുക്കണം പ്രിയരേ. നമ്മൾ കഷ്ടപ്പെടണം. പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമല്ല. വീട്ടിൽ ഇരുന്ന് കഷ്ടപ്പെടണം. ബൈബിളിൽ നിന്ന് ആശയങ്ങൾ കണ്ടെത്തണം. അത് എഴുതി പഠിപ്പിക്കണം. ഓക്കെ, ലാസ്റ്റ് വൺ, ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സ്. കേട്ടോ, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കേട്ടു പാസ്റ്റർ കം ടീച്ചർ എന്നാ ചില വർഷം കിടക്കുന്നത്. എ പാസ്റ്റർ മസ്റ്റ് ബി എ ടീച്ചർ. ഒരു പാസ്റ്റർ ടീച്ചർ ആയിരിക്കണം. നല്ലവണ്ണം പഠിപ്പിക്കണം. തിരുവെഴുത്തുകളെ പഠിപ്പിക്കണം. ശരിയായ പഠിപ്പിക്കുന്ന ഒരു വ്യക്തികളായിരിക്കണം. സോറി, 7 മിനിറ്റ് മുന്നോട്ട് പോയി, ഞാൻ നിർത്തി. ഇത് അടുത്ത ക്ലാസ്സിൽ ഈ എക്ലീഷ്യോളജിയുടെ കുറച്ച് ഭാഗം പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കൂടെ പറഞ്ഞിട്ട് നേരെ നമ്മൾ എസ്കറ്റോളജിയിലോട്ട് കയറും. അടുത്ത 2.5 ക്ലാസ് കിട്ടുമല്ലോ. 2.5 ക്ലാസ് കൊണ്ടൊന്നും എസ്കറ്റോളജി തീരുകയല്ല. 6 മാസം 7 മാസം, ഇത് ഓരോ സെക്ഷനും 7 മാസ ക്ലാസ്സുകളാ. എന്നാൽ നമ്മളിങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹാൻഡ് ഓവർ ടു പാസ്റ്റർ ലാലു ജേക്ക്. താങ്ക് യു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവം സഹായിച്ചു, അനുഗ്രഹിച്ചു. പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവ് സഹായിക്കണം. തുടർന്നുള്ള ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. ഇത്രത്തോളം ദൈവവചനം പഠിപ്പിക്കുവാൻ ഒക്കെ ഞങ്ങളുടെ ദൈവദാസന്മാരെയും ഒക്കെ സഹായിച്ചതോർത്ത് സ്തോത്രം. തുടർന്നും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ജീവിപ്പാൻ യേശു മൂലം സഹായിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ഓൺലൈൻ ഇവിടെ ഖത്തറിൽ പ്രശ്നങ്ങളായതുകൊണ്ട് ഓൺലൈനിലാണ്. ഞങ്ങളുടെ ഇതിൽ തന്നെയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.